ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ചേച്ചി? 1798. നമ്മൾക്ക് ബെഡ്റൂമിനേക്കാൾ കൂടുതൽ നമുക്ക് ഗസ്റ്റ് വരുമ്പം ലിവിങ് സ്പേസ് ആണല്ലോ നമ്മൾ എപ്പോഴും നോക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഈ ഒരു സ്പേസ് തന്നെയാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ തന്നെ ഒക്കെ കിടന്നുറങ്ങും. അത് കണ്ടപ്പോഴാണെങ്കിലും ഇപ്പം ചേച്ചി ഒരു സന്തൂർ മമ്മിയാണ്, എടുത്ത് പറയണ്ട. എന്നാൽ ഈ മദർഹുഡിലേക്ക് വന്നപ്പോൾ മുതൽ കുറേ പുകഴ്ത്തുന്നു. ഒരു പാലക്കാരി അച്ചായത്തിയാണ് നമ്മുടെ ആനി ചേച്ചി. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഐറ്റം ഏതാണ്? നമ്മുടെ പാലായിലെ പോർക്കും ബീഫൊക്കെ കഴിച്ച് 2.5 അടിച്ചില്ലെങ്കിൽ എന്താവും? അടിച്ചാലും ഞങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല. എസ്പെഷ്യലി പാലായി എന്ന് വരുന്നവർക്കൊക്കെ അത് നിർബന്ധം. ഏത് കോളേജാന്ന് പറയാമോ? +2 വരെ ഇവിടെ അടിച്ചു കോളേജിൽ പോവാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ഫ്രണ്ട്സിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. മോളെ CCTV ക്യാമറ വെച്ച് വാച്ച് ചെയ്യുന്ന ഒരു അമ്മയാണ്. ചിലപ്പോൾ അവരെ ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് നോക്കാൻ വേണ്ടിട്ട്. മമ്മി ഇങ്ങനെ സ്ട്രിക്റ്റ് ആണോ? അല്ല അത് വില്യാമ്മയാണ്. ഇതൊരു തുണിക്കടയിലൊക്കെ ചെന്നൊരു ഫീൽ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 25,000. കേൾക്കുമ്പോൾ ഭയങ്കര ഒരു അസൂയ തോന്നുന്നു. അസൂയ. അതെ, ഒരു ദിവസം 12 സീനും 13 സീനൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഷാൻജിയോന്റെ കാര്യം പറഞ്ഞാൽ ഏറ്റവും ഹാപ്പി ആയിരുന്ന ഒരു മൊമെന്റിൽ രണ്ടുപേരും വിവാഹിതരായതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഷാൻജിയോ ആ ഒരു സെപ്പറേഷനിലേക്ക്. അത് കൂടുതൽ പറയണ്ട. വേറൊന്നും കൊണ്ടല്ല, അതിൽ നിന്ന് ഞാനൊന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടേ ഉള്ളൂ. അപ്പം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അതെ. അപ്പോൾ ചേച്ചിയുടെ ഈ ഒരു വീടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. മിനിസ്ക്രീൻ പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. എല്ലാവരും എങ്ങനെയുണ്ടായിരുന്നു? ഇനി അടി കിട്ടുമെന്ന് അറിയത്തില്ല. അതെ, നെഗറ്റീവ് റോളിലേക്കൊക്കെ പോകുന്നുണ്ട്. അടി കിട്ടുമെന്ന് അറിയില്ലെന്നൊക്കെ. എന്നാലും വീടെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും എനിക്ക് തോന്നുന്നു ഇപ്പം ആർട്ടിസ്റ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സ്ഥലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടായിരിക്കും. കാരണം കൂടുതൽ സമയം അവർ ഞങ്ങള് സെറ്റിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വന്നപ്പോൾ തന്നെ ഭയങ്കര മിനിമലായിട്ട് ഡിസൈൻ ചെയ്ത ഒരു വീടാണ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു വീട്. അപ്പോൾ എങ്ങനെയാണ് ചേച്ചി വീടിനെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങിക്കോ? എങ്ങനെയാണ്? എന്നുവെച്ചാൽ എനിക്ക് ഒരുപാട് സാധനങ്ങളുള്ളതൊന്നും ഇഷ്ടമല്ല. അപ്പം എൻ്റെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ ഈ ഒരു ഫ്ലാറ്റിലേക്ക് എൻട്രി ആവുന്നത്. അപ്പോൾ ഞാനും ആ സമയത്ത് ഷാനും ഉള്ളതുകൊണ്ട് ഞാനും ഷാനും കൂടെ രണ്ടുപേരും കൂടെ തീരുമാനിച്ച ഒരുപാട് സാധനങ്ങളാകുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര എന്താ പറയുക, എനിക്ക് ഒന്നാമത് ഇച്ചിരി അലർജിയൊക്കെ കൂടുതലുള്ള കൂട്ടത്തിലായതുകൊണ്ട് കുറേ സാധനങ്ങൾ വരുമ്പം അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ പൊല്യൂഷൻ കൂടുതലാണ്. അപ്പോൾ പൊല്യൂഷൻ ഇതൊക്കെ അലർജിയൊക്കെ ഉള്ളത് കൊണ്ട് മൊത്തം പക്ഷെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് പോസിറ്റീവ് എനർജിയാണ്. എന്നും പള്ളിയിൽ പോവാറുണ്ടോ? ഇല്ല, പള്ളിയിൽ പോവാറില്ലെന്നൊക്കെ. സൺഡേ പോവാറുണ്ട്, പക്ഷെ ഇവിടെയുള്ള സൺഡേസ് വർക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് സീരിയലിൽ ഷൂട്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും അവിടെ നിന്ന് എനിക്ക് പള്ളിയിൽ പോയിട്ട് ലൊക്കേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഫ്ലാറ്റ് മേടിച്ച സമയത്ത് അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ ഒരു സ്പേസാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ബെഡ്റൂമിനേക്കാൾ കൂടുതൽ നമുക്ക് ഗസ്റ്റ് വരുമ്പം ലിവിങ് സ്പേസ് ആണല്ലോ നമ്മൾ എപ്പോഴും നോക്കുക. ഒരു വീട് വെച്ചാലും എന്താണെങ്കിലും നമ്മൾ ലിവിങ് സ്പേസ് എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നത്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഈ ഒരു സ്പേസ് തന്നെയാണ്. ഇവിടെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ തന്നെ ഒക്കെ കിടന്നുറങ്ങും. ഇവിടെ തന്നെയാണ് അലമ്പ് വെക്കുന്ന ഏരിയ. അതുകൊണ്ട് ഇങ്ങനെ ഒന്നും നമ്മൾ അതായത് സാധാരണ എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ നിരത്തി അങ്ങ് ബെഡിട്ടിട്ട് എല്ലാവരും കൂടെ അങ്ങ് കിടന്നു. അങ്ങനെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ആരാണ്, ഏത് ആർട്ടിസ്റ്റ് ഒക്കെയാണ് നിങ്ങളൊരു ഇഷ്ടം മാത്രം ടീംസ് എല്ലാം വരാറുണ്ട്? ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രിയ ചേച്ചി മസ്കറ്റിൽ പോയതുകൊണ്ടില്ലായിരുന്നു. സജ്നയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും തന്നെ അന്ന് അടിച്ചു പൊളിക്കുന്ന ഒരു ഏരിയയാണ്. ഡാൻസും പാട്ടും ഒക്കെ ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെയും ഇതിന്റെ കുറച്ചധികം സാധനങ്ങളുണ്ട്. ഇതിൽ കുറച്ച് അവാർഡ്സ് ഒക്കെ ഉണ്ടല്ലോ ചേച്ചി? അത് മറ്റേ എന്തോ JCI ക്ലബിന്റെ ഒരു ചെറിയൊരു കുഞ്ഞ് അവാർഡ്. അപ്പോൾ ഇതിൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള തന്നെ വാൾപേപ്പേഴ്സ് ഞാൻ കണ്ടു. അപ്പോൾ വാൾപേപ്പേഴ്സ് എങ്ങനെ ചേച്ചി തന്നെയാണോ ചൂസ് ചെയ്തത്? ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാനും ഷാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ ഒരു തീമാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു കളറിൽ വേണം, അല്ലെങ്കിൽ ഫ്ലോർ ഇങ്ങനെ ഗോൾഡൻ ഒക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ ഒരു തീം വെച്ചു. പിന്നെ ഇവിടെ കുറച്ച് ഡാർക്കും ആക്കാലോ, TV യൂണിറ്റ് ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു
അങ്ങനെ ഒരു തീം തന്നെ കൊടുത്തു. നമ്മളൊരു ക്രിസ്മസ് ട്രീ ഒക്കെ കാണുന്നുണ്ട്. ഇത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതാണോ എല്ലാവരും? വീട്ടില് 2-3 മരണങ്ങളൊക്കെ നടന്നുകൊണ്ട് അത്ര വലിയ ആഘോഷമൊന്നും ഈ ക്രിസ്മസ് ഉണ്ടായിരുന്നില്ല. എൻ്റെ മമ്മിയുടെ ബ്രദർ മരിച്ചു, ബ്രദറിന്റെ മോനും മരിച്ചു. അപ്പോൾ ജസ്റ്റ് ട്രീ മാത്രം വെച്ചു, ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. അയ്യോ ഞാനിത് ഇവിടെ അവിടെയുള്ളൊരു ക്യാമറ, ഇവിടെ ഞാനൊരു ക്യാമറ കാണുന്നു എന്നൊക്കെ. ആഹാ ഇവിടെയും ക്യാമറ ഉണ്ടല്ലേ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷൂട്ടിന് പോകുന്ന സമയത്ത് മോളുണ്ടല്ലോ, മോളും പിന്നെ സെർവൻറ്റും മമ്മിയും ഉണ്ടാവുള്ളൂ. അപ്പൊ എനിക്ക് ചിലപ്പോ അവരെ ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് നോക്കാൻ വേണ്ടിട്ട് മോളെ CCTV ക്യാമറ വെച്ച് വാച്ച് ചെയ്യുന്ന ഒരു അമ്മയാണ് ഞാൻ. അങ്ങനെയല്ല, നമുക്ക് എപ്പോഴും നമ്മൾ വീട്ടില് മോളെ തനിച്ചാക്കിയിട്ട് പോകുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ ചേച്ചി ലൊക്കേഷനിലേക്കൊക്കെ, അതായത് ഇപ്പോൾ പോവുകയാണല്ലോ, അപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ അവിടെ ആയിരിക്കുമല്ലോ. അപ്പം ആ ഒരു ദിവസം മോളെ ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ഇപ്പം മിസ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. അപ്പം എങ്ങനെ മോളും ഇപ്പം എനിക്കൊരു പപ്പിക്കുട്ടിയുണ്ട്, അവൻ എൻ്റെ മോനെ പോലെയാണ്. കേട്ടോ, ഓ ഇവിടെ ഉണ്ടവൻ, ഇവിടെ ഉണ്ടവൻ. 1 വയസ്സായി, 23-ാം തീയതി. അതെന്തൊരു മെമ്മറി ഉണ്ടോ ചേച്ചി അവൻ ഈ കുടുംബത്തിലേക്ക് കയറി വന്നതിന്? ഉണ്ട്. അതെന്ന് വെച്ചാൽ ഞാനും ഷാനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായതേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ 3 വർഷത്തിനിടയിൽ ഇപ്പം ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനും മോളും കുറച്ച് ഒന്ന് ഡൗൺ ആയിരുന്നു. ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് ഇവൻ്റെ ഒരു പ്രസൻസ് ഭയങ്കര, ആ ഒരു ഫീലിങ്സിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് മോൾക്ക് ശരിക്കും മേടിച്ചു കൊടുത്തതാണ്. അവൾ ഭയങ്കര ഡൗൺ ആയി പോയ സമയത്ത് സമയത്ത് വന്നു. ഇപ്പം ഷാൻജിയോന്റെ കാര്യം പറഞ്ഞാൽ ഏറ്റവും ഹാപ്പി ആയിരുന്ന ഒരു മൊമെന്റിൽ രണ്ടുപേരും വിവാഹിതരായതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഷാൻജിയോ ആ ഒരു സെപ്പറേഷനിലേക്ക്. അത് കൂടുതൽ പറയണ്ട, വേറെ ഒന്നും കൊണ്ടല്ല, അതിൽ നിന്ന് ഞാനൊന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങളിപ്പം സെപ്പറേറ്റഡ് ആയിട്ടേ ഉള്ളൂ. അപ്പം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഞങ്ങൾക്ക്. പിന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് തുടക്കത്തിലെ തന്നെ രണ്ടുപേരും മാറുന്നതാണ് നല്ലത്. എനിക്കൊന്ന് ഇവിടെ ഞാൻ കുറച്ചധികം അതേ ഫോട്ടോസ് കാണുന്നുണ്ട്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ, ഇങ്ങനെ ഓടി നടക്കാനുള്ള സ്പേസ് ഉണ്ട് ചേച്ചി. അപ്പം ഇത് ഇവിടെ മോളാണല്ലേ, അപ്പം മോളുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇത് വെക്കാനുള്ള ഒരു റീസൺ ഇങ്ങനെ വേറെ കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു, എല്ലായിടത്തും മാറ്റിക്കാലും അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഇപ്പൊ 2 അങ്ങനെ വെച്ചിട്ടുള്ളൂ. പിന്നെ അത് അവള് ചെയ്യുന്നതാ, മോള് തന്നെ പെയിന്റ് ചെയ്യും ഒക്കെ ചെയ്യും. പെയിന്റ് ചെയ്യുന്ന മാത്രമല്ല, അവള് ഡ്രസ്സിന്റെ ഡിസൈൻസും അങ്ങനെയൊക്കെ കാര്യങ്ങൾ, അവൾക്ക് ഫാഷൻ ഡിസൈനർ ആവണം എന്നാണ് ആഗ്രഹം. അതും എഴുതിയിരിക്കുന്നതും ഞാൻ വായിക്കാം, ഹോം ഇസ് നോട്ട് എ പ്ലേസ്, ഇറ്റ്സ് എ ഫീലിംഗ്. അന്ന് തന്നെയാണ് അവൾ എഴുതിയിരിക്കുന്നത്, കാരണം വീടിനെ പറ്റി തന്നെയാണ്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്, അത് കുറെ വർഷം മുമ്പ് എടുത്ത. എനിക്ക് തോന്നുന്നു ഒരു 5 years ബാക്ക് നന്നായിട്ട് വണ്ണം കുറച്ചു. ആ ഒരു ടൈമിൽ എടുത്ത ഒരു മോട്ടിവേഷന് വേണ്ടി വണ്ണം കുറഞ്ഞിരുന്നു. ഇപ്പോഴും വളരെ സുന്ദരിയാണ്, വണ്ണം കുറഞ്ഞ സുന്ദരിയായിട്ട് തന്നെ ഇരിക്കുന്നത്. 5 വർഷം കാണിച്ചത് എനിക്ക് തന്നെ അറിയാം, എനിക്ക് എന്നെ കുറിച്ച് നല്ല മതിപ്പാണ്. എന്നെ കുറിച്ച് സിനിമയില് പറയുന്നത് അതെ അതല്ല, 5 വർഷം മുന്നേ ആണെന്ന് പറഞ്ഞതാണ്. അപ്പോഴാണ് ഞാൻ 5 വർഷം മുന്നെയോ എന്ന് നോക്കിയതെന്ന്. എനിക്ക് പ്രായം അതെ റിവേഴ്സ് ഇവിടെ പ്രായം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻചേച്ചി ഇവിടെ എപ്പോഴും ഇങ്ങനെ ഇവിടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വൈബ്രന്റ് ആയിട്ട് ഒച്ചയൊക്കെ വെച്ചാണോ വീട്ടിൽ എപ്പോഴും, അതോ സൈലന്റ് ആണോ? ഞാൻ എൻ്റെ റൂമില് വളരെ സൈലന്റ് ആയിട്ട് അവിടെ ഇരിക്കുന്ന ആളാണെന്ന്. ഈ സൈഡിലേക്ക് ഞാൻ വരികയാണ്. ഈ സൈഡിൽ ഭയങ്കര ഒരു പീസായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഒരു ബുദ്ധനുണ്ട്, ബുദ്ധിസ്റ്റ് ആണെന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോക്കുമ്പോഴൊക്കെ ഭയങ്കര. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ താഴേന്ന് വെച്ച സാധനമായിരുന്നു, പക്ഷേ ഇപ്പം അവനുള്ള പപ്പിക്കുട്ടി ഉള്ളതുകൊണ്ട് അവൻ ഇങ്ങനെ കടിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് അവൻ ഇവിടം വരെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അതനുസരിച്ച് ഇവിടെ പപ്പീന്റെ ഒരു ഫോട്ടോ ഉണ്ട്, അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ബർത്ത്ഡേ ആയിരുന്നു അവന്റെ. അപ്പൊ അതിന് ആ കേക്കിൽ കിട്ടിയ സംഭവം അവിടെ ഞാൻ അങ്ങനെ അവിടെ എടുത്ത് അവന്റെ പേര് ഇവിടെ വെച്ചിട്ടുണ്ട്. അവന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് വന്ന ഫോട്ടോ ഒക്കെയാണ് ഇവിടെ തന്നെ വെച്ചു. ഇനിയിപ്പം ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ചേച്ചി? 1800 1798 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടെന്ന്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെയും ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു ഡൈനിങ് സ്പേസ് ആണ് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ വീടിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര സൈലന്റ് ആണ്. ഭയങ്കര ഞാനിവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടുള്ള ഒച്ച മാത്രമേ ഉള്ളൂ. സൈലന്റ് അല്ല, നിങ്ങൾ വന്നോണ്ട് ഞാൻ സൈലന്റ് ആയിരുന്നു, അല്ലെങ്കിൽ എന്റെ സൗണ്ട് കേൾക്കും. ഈ ഒരു അവസാനമായിട്ട് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് എപ്പോഴാണ് ഫുഡ് കഴിച്ചേ? ക്രിസ്മസിന്.
ക്രിസ്മസിന് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ? ചേച്ചിയുടെ സ്പെഷ്യൽ കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു? അന്ന് സെർവൻ്റ് ചേച്ചി ഉണ്ടായിരുന്നില്ല, ചേച്ചി വീട്ടിൽ പോയേക്കുമായിരുന്നു. സെർവൻ്റ് ചേച്ചി എന്ന് പറയുമ്പോൾ ഇനി ഒന്നും ആൾക്കാരൊന്നും ഇതാവണ്ട, ഞങ്ങളുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെയാണ് ചേച്ചി. ചേച്ചി വീട്ടിൽ പോയ സമയത്ത് ഞാൻ ആണ് കുക്ക് ചെയ്തത്. എന്തൊക്കെയാണ് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട്? പച്ചക്കറി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പച്ചക്കറി ഒന്നും ഞങ്ങൾ പഠിപ്പിക്കുകയില്ല. ചോറുണ്ടായിരുന്നു, പോർക്ക്, ബീഫ്, ചിക്കൻ, ഫിഷ് ഫ്രൈ, പിന്നെ ഫിഷ് നമ്മളെ കുടംപുളി ഇട്ട് വെച്ച പാലക്കാരുടെ. അതെ, ഒരു പാലക്കാരി അച്ചായത്തിയാണ് നമ്മുടെ ആനി ചേച്ചി. അപ്പം ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഐറ്റം ഏതാണ് നമ്മുടെ പാലായിലെ അല്ലെ കോട്ടയത്തെ? എനിക്ക് ചോറും മീൻകറിയും പിന്നെ കപ്പ ബിരിയാണി എൻ്റെ ഞങ്ങളുടെ എല്ലും കപ്പ ഒരു പ്രത്യേക വറുത്തരച്ചൊക്കെ അങ്ങനെയൊക്കെ വെക്കുന്നത്, അതാണ് എൻ്റെ ഫേവറേറ്റ്. നമ്മള് പാലക്കാർക്ക് അതായത് കള്ളും കപ്പയൊക്കെയാണ്. അപ്പം ക്രിസ്മസിന് ആ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. വൈനുണ്ടായിരുന്നു. ഇച്ചിരി ഇരിപ്പുണ്ട്, വേണം പറയാം. അത് മോളുണ്ടാക്കിയത് കേട്ടോ. അതും ഇവിടെ തന്നെ. അവൾക്ക് കുക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ലൊക്കേഷനിലായിരുന്നു. അപ്പം അവള് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വൈൻ കെട്ടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ, അങ്ങനെ വൈനും ഉണ്ടായിരുന്നു മോള് പ്രിപ്പയർ. ഇവിടെ നോക്കുവാണെങ്കിൽ കുറച്ച് ലൈറ്റ്സ് നമുക്ക് കാണാവുന്നതാണ്. കൂടുതലും വാം ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ ലൈറ്റ്. 2 അടിക്കുമ്പോൾ വാം ലൈറ്റിൽ ഇരുന്ന് അടിച്ചാലല്ലേ അതാണ് അതിന് വലിയ സീക്രട്ട് എന്നൊക്കെ. ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ ചെറിയ വാം ലൈറ്റ്സ് ഉണ്ട്, അതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇവിടെ അതിട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ കൂടുന്നത്. ആൾക്കാർ പൊങ്കാലയിടുന്നു. അല്ല, അതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അല്ല, നമ്മൾ ഇച്ചിരി എന്താ പറയാ പോർക്കും ബീഫൊക്കെ കഴിച്ച് 2 അടിച്ചില്ലെങ്കിൽ എന്താവും? അടിച്ചാലും ഞങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല. എസ്പെഷ്യലി പാലായിന്ന് വരുന്നവർക്കൊക്കെ അത് നിർബന്ധമാണ്. അപ്പൊ ഈ ലൈറ്റ്സിനൊക്കെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ചേച്ചി? അതായത് ഇതിപ്പം ഒരു വെറൈറ്റി കൊണ്ടുവന്നായിരുന്നു, അവര് ദുബായിൽ നിന്ന് വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്ന ലൈറ്റാണ്. ചേച്ചി, എൻ്റെ അട്രാക്ഷൻ ഇതേ ഇവിടെ ഒരു ഫോട്ടോയിലേക്ക് ഇങ്ങനെ പോവാണ് പെട്ടെന്ന്. കാരണം ഇത് കോളേജിലേക്ക് പോകുന്ന 2 പ്രണയിനികളാണോ? എന്താ ചേച്ചി ഇത്? ഡൈനിങ് റൂമിലാണല്ലോ ഓർമ്മകളൊക്കെ ഫുഡ് കഴിച്ച ഓർമ്മകൾ അയവിറക്കുകയാണ്. അതൊക്കെ ഇത് ഏത് കോളേജാന്ന് പറയാമോ? ഏത് കോളേജാന്ന് ചോദിച്ചാൽ ഫേമസ് കോളേജാണോ ചേച്ചി? ഇവിടെ ആർക്കെങ്കിലും അറിയാൻ പറഞ്ഞോളാം. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ട് ഈ കോളേജ്? കോട്ടയത്ത് CMS കോളേജ്. ആൻഡ് ചേച്ചിയുടെ ഡൈനിങ് റൂമിൽ നിന്ന് ഫുഡ് കഴിച്ച ഓർമ്മകളായി വരക്കുന്ന നമ്മുടെ CMS കോളേജിന്റെ ആ ഒരു പയ്യന്നൂർ കോളേജിന്റെ ഞാനിങ്ങനെ നടന്നിട്ടില്ല കേട്ടോ. നടക്കാൻ പറ്റാത്തതൊക്കെ ഇപ്പൊ ഇവിടെ ഇരുന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, സത്യം പറഞ്ഞാൽ ഇത് ആരായിരിക്കും ഈ 2 പേര്? സുല്ലട്ടോട് ചോദിക്കണം ആരൊക്കെ ചേച്ചി ഏത് കോളേജിലായിരുന്നു പഠിച്ചതൊക്കെ? ഞാനിവിടെ തന്നെ എറണാകുളം തന്നെ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ കോളേജ് ഓർമ്മകളൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങൾ +2 കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ D-Farmനാണ് പോയത്. അപ്പം അവിടെ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഓർമ്മകളൊന്നുമില്ല. പക്ഷെ +2 വരെ ഇവിടെ അടിച്ചു പൊളിച്ച് നടക്കുമായിരുന്നു. ഇപ്പൊ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ചെല്ലുമ്പോൾ നല്ല ഫൺ. പണ്ട് അടിച്ചു പൊളിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മള് കോളേജിൽ പോവാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെ കാണുന്നുണ്ട്. അതിഗംഭീരമായ കുറെ വീഡിയോസ്, ട്രിപ്പ് പോകുന്നുണ്ട്, ഫുഡ് അടിക്കുന്നുണ്ട്, വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ കാണുന്നതാണ് ഡെയിലി ഒക്കെ. അതുപോലെ നമ്മുടെ ഇവിടെയും ലാസ്റ്റ് സപ്പറിന്റെ എനിക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ലാസ്റ്റ് സപ്പറിന്റെ ഒരു സംഭവം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ സുബിൻ എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട്, ചേച്ചി തന്നെ പറഞ്ഞ് ഞങ്ങൾ ഇൻസ്റ്റയിൽ ഇത് അവൻ ഇവിടെ വന്ന് ചെയ്ത് തന്നതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേര് ഇപ്പോഴും എൻക്വയറി ആയിട്ട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത് എത്രയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് ഇപ്പോഴും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു, എത്ര കോസ്റ്റ് എത്രയാ, ഏതാണ് ഏകദേശം എത്ര കോസ്റ്റ് ആയിരുന്നു? അത് പറയണം. എത്രയായി ഏകദേശം? ഇല്ല, പറയത്തില്ല. അത് ഞങ്ങൾ റിവീൽ ചെയ്യുന്നില്ല. അതൊക്കെ വേണ്ടതൊക്കെ 30 അടുത്ത് കോസ്റ്റ് ഉണ്ട് നമ്മുടെ ഈ ഒരു ഇത് ചെയ്തതിനല്ലേ. ഇനി എങ്ങോട്ടാ ചേച്ചി എന്നെ കൊണ്ടുപോകാൻ പോകുന്നത്? ഈ ഒരു ബെഡ്റൂമിലേക്ക്. യെസ്, അടുത്തായിട്ട് നമ്മള് ചേച്ചിയുടെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഏറ്റവും കൂടുതൽ അത് സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. മോള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടാണ്. കയറിയപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര പീസ്ഫുൾ ആണ്. ഭയങ്കര ആ ഒരു വാൾപേപ്പർ കാര്യങ്ങളൊക്കെ ഇവിടെയും അതനുസരിച്ച് തന്നെയാണ് ചേച്ചി ഡിസൈൻ ചെയ്തത്. വാൾപേപ്പർ നേരത്തെ വേറെ കുറച്ച് ഒരു ഡാർക്ക് കളറായിരുന്നു, ഇപ്പൊ അത് മാറ്റിയിട്ട്
പിന്നെ ഒരു ചേഞ്ച് വരുത്തിയത് പറ്റും. എനിക്ക് ഇങ്ങനെയുള്ള കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സ്, അതുപോലെ തന്നെ മൾട്ടി കളർ ആണല്ലോ, ഒത്തിരി കളേഴ്സ് ഉണ്ട് അതിൽ. ഇവിടെ ഭയങ്കര മിനിമൽ ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ചേച്ചി റെഡി ആവാനുള്ളൊരു സ്പേസ് ഉണ്ട്. എത്ര നേരം എടുക്കും ഒന്ന് ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാലൊക്കെ? അങ്ങനെയില്ല, നമ്മൾ ഇങ്ങനെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് എല്ലാ ദിവസവും സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല. കറക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ എഴുന്നേറ്റ് പോകുമ്പോ എങ്ങനെയാ ബ്ലാങ്കറ്റ് ഒക്കെ അങ്ങനെ തന്നെ ഇട്ടിട്ടല്ലേ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യാതിരുന്നാൽ മതി, അപ്പൊ തന്നെ നീറ്റ് ആവും. അത് ശരിയാണ്. അല്ല ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന ഡ്രസ്സൊക്കെ എങ്ങനെയായിരിക്കും വീട്ടില്? എല്ലാം പറയണോ? എല്ലാം പറയണം. ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ ചേച്ചിയുടെ മോളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് അവള് കറക്റ്റ് ആയിട്ട് ഈ ടവലൊക്കെ. ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്നു അറിയുന്ന സമയത്ത് അവൾക്ക് എല്ലാം നീറ്റായിട്ട് വയ്ക്കും. ആ ഒരു ടൈം റൗഡി മമ്മിയാണ് വീട്ടിലെ ഈ കാര്യത്തിലൊക്കെ. ആ ഒരു കാര്യത്തില് അങ്ങനെയൊക്കെയാണ് നീറ്റാക്കി ഇട്ടിരിക്കുന്നത്. ഒത്തിരി സാധനങ്ങളൊന്നും ഇങ്ങനെ കുത്തി നിറയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ തന്നെ നമ്മള് വീട് ഇപ്പൊ ഈ റൂമിൽ കയറി കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഇപ്പൊ ടി വി ഇല്ല. അപ്പൊ ചേച്ചി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്ത് കാര്യത്തിനായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്? ഉറങ്ങാൻ വേണ്ടിയിട്ടാണോ അതോ എങ്ങനെയാണ് ഈ ഒരു റൂമിൽ? ഉറങ്ങുക, മൊബൈൽ എടുക്കുക, റീൽസ് കാണുക, പിന്നെ പാട്ട്, അതായത് പഴയ മെലഡി സോങ്സ് ഒക്കെ കേട്ട് റിലാക്സ്ഡ് ആയിട്ട് കിടക്കുക. സീരിയലുകാർക്ക് ഏറ്റവും കൂടുതൽ ഓൺ കോസ്റ്റ്യൂംസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവർ തന്നെ ആയിരിക്കും അവരുടെ കോസ്റ്റ്യൂമിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പൊ ചേച്ചി നമുക്കിതൊന്ന് തുറന്നാലോ? എത്ര സെറ്റ് സാരിയൊക്കെ ഉണ്ട് ചേച്ചി? സാരി അപ്പുറത്താണ്, അത് കാണിച്ചു തരാം. ഇത് വേറെയാണ്. അപ്പൊ ഇത് വേറെ കുറച്ച് തുറക്കുകയാണ്. ഓ, ഒരു കടയിൽ കയറിയ ഫീൽ. എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ പറയുന്നു, എന്റെയൊക്കെ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന്റെ പാന്റ് ഇവിടെ ആണെങ്കിൽ മറ്റേതിന്റെ ഷോൾ അവിടെയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ അല്ല, എല്ലാം നല്ല ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചി പോവാൻ നേരത്തൊക്കെ എടുത്തിട്ട് പോവാൻ? കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. കല്യാണം കഴിഞ്ഞ് കെട്ടിയവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം കൊച്ചു പഠിച്ചോളും. ഓക്കെ, നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കൂടുതലും ഞങ്ങളുടെ വീടുകളിൽ, സീരിയലുകാരുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ കബോർഡ്സ് ആണല്ലോ. അതെ, വാർഡ്രോബ്സ് ആണല്ലോ കൂടുതൽ. സ്റ്റോറേജ് ഉള്ള കട്ടിലുകൾ അതൊക്കെ തന്നെയാണ്. കാരണം ഇതും സ്റ്റോറേജ് ഉള്ള കട്ടിൽ, അപ്പുറത്തും സ്റ്റോറേജ് ഉള്ള കട്ടിൽ, എല്ലായിടത്തും സ്റ്റോറേജ് ആണ്. അടുത്തത് നമ്മള് ഇത് സെക്കൻഡ് ബെഡ്റൂം, ബാൽക്കണി ഉള്ള ഒരു റൂമാണ്, മോളുടെ റൂമായിട്ട് സൈഡിൽ തന്നെ. അവൾക്ക് കൂടുതലും പിങ്ക് കളറിനോട് ആണ് ഇഷ്ടം. അപ്പം വാൾപേപ്പറിൽ ഇങ്ങനെ ചെറിയൊരു പിങ്കിഷ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ബെഡ്ഷീറ്റ് എല്ലാം എല്ലാത്തിലും ഒരു പിങ്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ സൈഡിലേക്കാണ് എൻ്റെ അട്രാക്ഷൻ പോയത്. ഇവിടെ കുഞ്ഞുമായിട്ടുള്ള ഫോട്ടോസ് ആണ് ചേച്ചി. അത് അവളുടെ ലോകം. അപ്പം ഇത് കണ്ടപ്പോഴാണെങ്കിൽ ഇപ്പം ചേച്ചി ഒരു സന്തൂർ മമ്മിയാണ്, എടുത്ത് പറയണ്ട. എന്നാൽ ഈ മദർഹുഡിലേക്ക് വന്നപ്പോൾ മുതൽ കുറേ ഓക്കെ, മദർഹുഡിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ് ചേച്ചി? അതായത് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ തന്നെയായിരുന്നു. അങ്ങനെയല്ല, എപ്പോഴും നമ്മളൊരു അമ്മയാവുമ്പം മോളുടെ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ഒരു കെയറിങ്, അതൊക്കെ എപ്പോഴും ഏതൊരു മദറിനും ഉള്ള പോലെ തന്നെ എല്ലാം ഉണ്ട്. അതായത് ആവശ്യത്തിന് വഴക്ക്, പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ഓവറായിട്ട് വഴക്ക് പറയാൻ അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴും ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഞാനും എൻ്റെ മമ്മിയും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ അതേ ഒരു ഇത് തന്നെയാണ്. ഞാൻ മോൾക്ക് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവൾക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറയാം. വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ്. ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവളെ ഞാൻ കേൾക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ ഇല്ലെങ്കിലും അവള് ഫോൺ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാം. ആക്ച്വലി ഓവർ സ്ട്രിക്റ്റ് ആകുമ്പോഴാണ് ഈ എല്ലാ പ്രശ്നങ്ങളും. അവളുടെ പേര് നിയ. വീട്ടിൽ എന്താ ചേച്ചി എന്താ വിളിക്കുന്ന അവളെ? പൊന്നുന്നാണ് വിളിക്കുന്നത്. അപ്പൊ പൊന്നുന്റെ സ്റ്റഡി ഏരിയ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ചേച്ചി സ്റ്റഡീസിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ടൈം കിട്ടുമ്പോഴൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ 10th കൂടിയാണല്ലോ. 10th പൊന്നു. ആ ഒരു ടെൻഷൻ ഉണ്ടെന്നപ്പോ ഇപ്പൊ ആ ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ അങ്ങനെ എനിക്ക് വലിയ ആളെങ്ങനെ പഠിച്ചോളൂ? കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് പഠിച്ചോളും. പിന്നെ ഇടയ്ക്കൊന്ന് സ്ക്രൂ ചെയ്യണം, ശ്രദ്ധിക്കണം എന്നൊക്കെ. അപ്പൊ സാരീസ് ഒക്കെ നമ്മള് ഇവിടെ ആണ്. അപ്പൊ ഞാൻ തുറക്കുവാണേ. തുറന്നോ, ഞെട്ടല്ലേ? നോക്കട്ടെ. വാവ്,
ഇതൊരു തുണിക്കടയിലൊക്കെ ചെന്നൊരു ഫീൽ ഉണ്ട്. എത്ര സാരി കാണും ചേച്ചി? ഏകദേശം ഒരു കണക്ക് ചോദിക്കുവാണെങ്കിൽ 150 ഒക്കെ കാണുമായിരിക്കും. 150ഓളം സാരികളുണ്ട്. ഇതിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാരി ചോദിക്കുവാണെങ്കിൽ ഏതായിരിക്കും ചേച്ചി? എടുക്കുമ്പോൾ ഒന്ന് സഹായിച്ചാൽ നല്ലതായിരിക്കും. ഇതാണ്. ഇതിൻ്റെ ഒരു മെമ്മറി ചോദിക്കുവാണെങ്കിൽ ഇത് എങ്ങനെയാണ് ഇവിടേക്ക്? എനിക്കിത് ഭയങ്കരമായിട്ട്, അതായത് എൻ്റെ കൂടുതലും സാരികൾ സിയാമിയ കളക്ഷൻസിൻ്റെയാണ്, ഷൈനി ചേച്ചിയുടെയാണ്. അപ്പം എനിക്കും ചേച്ചിക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് ഇത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 25,000 അടുത്ത് വരുന്നൊരു. ഇത് എത്ര വർഷമായി ചേച്ചിയുടെ കയ്യിൽ? ഇപ്പോൾ ഒരു 2 ഇയേഴ്സ് ആയിട്ട് ചേച്ചിയുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു സാരി ചോദിക്കുവാണെങ്കിൽ ഏതായിരിക്കും? കുറേ സാരികളുണ്ട്. ഏറ്റവും ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലഞ്ഞു പോകും, കുടുങ്ങി പോകും. എല്ലാം ഫേവറേറ്റ് ആണിത്. എന്നാലും ഒരു ഭയങ്കര ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് കൂടുതലും ബ്ലാക്ക് കളർ സാരിയോടാണ് കൂടുതൽ താല്പര്യം. അതായത് ഇങ്ങനൊരു പെയിന്റിങ്ങും ഇതെല്ലാം കൂടെ വന്നിട്ട് ആ ഒരു സാരി ഇഷ്ടമാണ്. പിന്നെ നോർമലി സാരിയൊക്കെ ഉടുക്കാനാണോ ഇഷ്ടം? ഏത് കോസ്റ്റ്യൂമാണ് ഏറ്റവും കൂടുതലും സാരി ഉടുക്കാൻ തന്നെയാണ് ഇഷ്ടം. ഞാനിതിന് പിന്നെ ഇപ്പൊ സീരിയലിൽ അത് കുഴപ്പമില്ല, അവിടെ തന്നെ കൂടുതലും സീരിയലിൽ ഇപ്പൊ നമ്മള് സാരിയാണല്ലോ ഉടുക്കുന്നത്. അപ്പൊ പിന്നെ ഇപ്പം എനിക്ക് പുറത്ത് പോകുമ്പോ, അല്ലെങ്കിൽ നേരത്തെ പള്ളിയിലൊക്കെ പോകുമ്പോഴാണെങ്കിലും സാരിയാണ് ഉടുക്കുന്നത്. പക്ഷെ ഇപ്പം മടിയാ. സാരി ഉടുക്കാൻ അറിയോ ചേച്ചി? ഉടുക്കാൻ അറിയാം. 5 മിനിറ്റ് കൊണ്ട് സാരി ഉടുക്കും. വാവ്, കേൾക്കുമ്പോ ഭയങ്കര ഒരു അസൂയ തോന്നുന്നു. അസൂയ. അതെ, ഒരു ദിവസം 12 സീനും 13 സീനൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് ഉടുക്കാനുള്ള ഒരു ഏറ്റവും കൂടുതൽ പൈസ ഡ്രസ്സുകൾക്ക് തന്നെയാണോ ചേച്ചി സ്പെൻഡ് ചെയ്യാറുള്ളത്? നമ്മൾ സീരിയലുകാരെ അങ്ങനെയാണല്ലോ. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറെ കൊളാബൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഷൈനി ചേച്ചി എനിക്ക് കുറെ സാരികൾ തരും, പിന്നെ കുറെ കൊളാബ് വന്നതിന്റെ ഒരു ഗുണവും ഞങ്ങൾക്ക് ഉണ്ടെന്നൊക്കെ. മേക്കപ്പിന്റെ സാധനങ്ങളൊക്കെ എവിടെയാണ്? അല്ലെങ്കിൽ അതിന്റെ സാധനം നമ്മൾ അവിടെ ചെറിയൊരു പൗച്ചിൽ കിടന്നു. എനിക്ക് മേക്കപ്പ് ഒന്നും അല്ലായിരിക്കും. മേക്കപ്പ് അങ്ങനെ ഞാനും കണ്ടില്ല. സാരി ഡ്രസ്സുകളാണ് മേക്കപ്പ് പ്രൊഡക്ട്സ് അങ്ങനെ. പിന്നെ ഞങ്ങള് പാലക്കാട് പെണ്ണുങ്ങള് ഡ്രസ്സിനോടായിരിക്കും കൂടുതൽ ഇഷ്ടമുള്ളത്.